എൻ്റെ മൊബൈലിലെ സെറ്റിങ്സ് കണ്ടോ? അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമാണ് ഓപ്പൺ ആകുന്നത്. ഇനി അതിൻ്റെ അപ്പുറത്ത് കാൽക്കുലേറ്റർ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫേസ്ബുക്കാണ് ഓപ്പൺ ആകുന്നത്. ഇനി അതിൻ്റെ അപ്പുറത്ത് ക്യാമറയുടെ ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ യൂട്യൂബാണ് ഓപ്പൺ ആകുന്നത്. ഇങ്ങനെ നമ്മുടെ മൊബൈലിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. ഡിഫോൾട്ടായിട്ട് അങ്ങനെ ഒരു സെറ്റിങ്സ് നമ്മുടെ മൊബൈലിൻ്റെ അകത്തില്ല. എന്നാൽ അതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചാൽ മതി. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈലിനകത്തുള്ള ആപ്ലിക്കേഷൻ്റെ ലോഗോവും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ പേരും എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കണ്ടിന്യൂ കാണിക്കും. കണ്ടിന്യൂ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈലിലുള്ള ഇൻ്റർനെറ്റ്, അത് ഡാറ്റ ആണെങ്കിലും വൈഫൈ ആണെങ്കിലും അതൊന്ന് ഓഫ് ചെയ്തിടുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീ വേർഷൻ ആയതുകൊണ്ട് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പരസ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് തന്നെ, ഫേസ്ബുക്ക് സെലക്ട് ചെയ്തു. അതിൻ്റെ ലോഗോവും പേരും നമുക്ക് മാറ്റാം. ഇഷ്ടം പോലെ ലോഗോ നിങ്ങൾക്ക് താഴെയും മുകളിലും ഒക്കെ ആയിട്ട് കാണാൻ സാധിക്കും. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ നിന്നും സെറ്റിങ്സിൻ്റെ ഈ ഒരു ഗിയർ ചിഹ്നം സെലക്ട് ചെയ്തു. ആ ലോഗോ മാറിയിട്ടുണ്ട്. പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പേരും നമുക്ക് മാറ്റാം. ഓക്കെ, ഇപ്പോൾ ഫേസ്ബുക്ക് എന്നാണ് അതിലുള്ളത്. ഞാനിപ്പോൾ സെറ്റിങ്സ് എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഇഷ്ടമുള്ള പേര് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതിനുശേഷം ഓക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക, 100% ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ ആഡ് എന്ന് കാണിക്കും. ആഡ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഹോം സ്ക്രീനിൽ ആഡ് ആയിട്ടുണ്ടാകും. ഇനി മറ്റൊരു ആപ്ലിക്കേഷനും സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് നെക്സ്റ്റ് ഐക്കൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും മറ്റൊരു ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഇൻസ്റ്റാഗ്രാം സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗോ ഇവിടെ ഇഷ്ടമുള്ള ലോഗോ നമുക്ക് വെക്കാം. ഞാനിപ്പോൾ ഇതിൽ നിന്നും ക്യാമറയുടെ ലോഗോ വെക്കുകയാണ്. ക്യാമറ സെലക്ട് ചെയ്തു. ലോഗോ ചേഞ്ച് ആയിട്ടുണ്ട്. പെന്നിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാമറ എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ക്യാമറ എന്ന് കൊടുത്തു. അതിനുശേഷം മുകളിൽ കാണുന്ന ഓക്കെ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 100% ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ആകും. ഓക്കെ, ഇപ്പോൾ 100% ആയിട്ടുണ്ട്. ആഡ് എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഹോം സ്ക്രീനിൽ അത് ആഡ് ആയിട്ടുണ്ടാകും. അങ്ങനെ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഇതുപോലെ ഐക്കണും പേരും ചേഞ്ച് ചെയ്യാം. ബേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ആ ആപ്ലിക്കേഷൻ ഹോം സ്ക്രീനിൽ ആഡ് ആയിട്ടുണ്ടാകും. ഇത് സെറ്റിങ്സ് ഒന്നുമല്ല, അതുപോലെ തന്നെ ക്യാമറയും അല്ല. ഓക്കെ, നമുക്ക് സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ, ഇവിടെ ഫേസ്ബുക്കാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ബാക്ക് വന്നിട്ട് ഇവിടെ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അങ്ങനെ നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും അതിൻ്റെ ലോഗോവും അതുപോലെ തന്നെ അതിൻ്റെ പേരും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മുടെ മൊബൈലിൻ്റെ അകത്തുള്ള ആപ്ലിക്കേഷൻ്റെ ലോഗോവും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ പേരും നമുക്ക് യഥേഷ്ടം ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.